ഹലോ ഫ്രണ്ട്സ്, വാണ്ടർലസ്റ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ് കാനഡ ട്രെയിൽ, അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൽ. അതിൻ്റെ വളരെ ചെറിയ ഭാഗത്തുകൂടെ മാത്രമാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരുപാട് പ്രൊവിൻസുകളിലൂടെയും സിറ്റികളിലൂടെയും കാനഡയിലുടനീളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ വലിയൊരു ട്രെയിൽ. എൻജിൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ അലൗഡ് അല്ല കേട്ടോ. കിച്ചണറിൽ നിന്നും യാത്ര തുടങ്ങിയ നമ്മളിപ്പോൾ വാട്ടർലൂ പട്ടണത്തിലെത്തിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പട്ടണമാണ് വാട്ടർലൂ. തുടർന്നുള്ള യാത്രയിലാണ് നമ്മൾ മനോഹരമായൊരു കൊയ്ത്ത് മെഷീൻ കാണുവാൻ ഇടയായത്. റോഡിനോട് തൊട്ടടുത്ത് കിടക്കുന്ന മനോഹരമായ ഒരു കൊയ്ത്തുപാടമാണ് മുന്നിൽ കാണുന്നത്. വലിച്ചു കൊണ്ടുവന്ന വാഹനം തന്നെയാണ് പിന്നീട് കൊയ്ത്ത് മെഷീനായി മാറുന്നത്. വളരെ നൂതന ടെക്നോളജിയായി എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും മിഷനറിയുടെ കാര്യക്ഷമതയും കൂടെ ചേർന്നപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ജോലികൾ ചെയ്യുവാൻ സാധിക്കുന്നു. വളരെ കൗതുകത്തോടെ ഞാനവ നോക്കി നിന്നു. വളരെ സിമ്പിളായി ഫ്രെയിമിൽ നിന്നും കൊയ്ത്ത് മെഷീൻ എടുത്തുകൊണ്ട് അദ്ദേഹം കൊയ്യുവാൻ പോകുന്നു. തുടർന്നുള്ള യാത്രയിലാണ് അതിമനോഹരമായൊരു കുതിര ഫാം കാണുവാനിടയായത്. വളരെ മനോഹരമായി തന്നെയാണ് അവ ക്രമീകരിച്ചിരിക്കുന്നത്. കുതിര സഫാരി, കുതിരയെ പരിചരിക്കേണ്ട രീതികൾ എല്ലാം തന്നെ ഇവ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ ഹോഴ്സ് റൈഡിംഗ് മാത്രമല്ല കേട്ടോ, ഗ്രൂപ്പ് റൈഡിംഗ്, ഹോഴ്സ് ട്രെയിനിങ്, അഡ്വാൻസ്ഡ് ട്രെയിനിങ്, ഹോഴ്സ് ഹോസ്റ്റൽ, ബോർഡിംഗ് തുടങ്ങി പറഞ്ഞാൽ തീരാത്തത്ര ഫെസിലിറ്റീസാണ് ഈ ഫാമിൽ ഉള്ളത്. വൂൾവിച്ച് ടൗൺഷിപ്പ് കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയിലാണ് നമ്മൾ അതിമനോഹരമായ 2 കുതിരവണ്ടികൾ കാണുന്നത്. ഇൻഡിജീനിയസ് പീപ്പിളാണെന്ന് എനിക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. വളരെ ആകർഷകമായ രീതിയിലാണ് ഇവരുടെ വസ്ത്രധാരണം. സിറ്റിയിൽ നിന്നും വളരെയധികം മാറി നിൽക്കുന്ന ഇവർ വളരെ വ്യത്യസ്തരാണ്. ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ യാത്രയുടെ ടേണിംഗ് പോയിൻ്റ്. എലോറ എന്ന പട്ടണത്തിലേക്കുള്ള യാത്ര ഇവിടെ വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. കുതിരവണ്ടിയുടെ പിന്നാലെയായി പിന്നീടുള്ള യാത്ര. കുറച്ചു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തെല്ല് മത്സരബുദ്ധിയോടെ കുതിരവണ്ടിയെ ചേസ് ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. അതാ നമ്മൾ ഏകദേശം കുതിരവണ്ടിയുടെ അടുത്തെത്തിയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായി. സൈക്കിളും കുതിരവണ്ടിയും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം തന്നെയായി എനിക്കിത് തോന്നി. അവരും ഇതിനെ വളരെ കൗതുകത്തോടെ നോക്കിക്കണ്ടു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ ഞാൻ മതിമറന്നുപോയി. അങ്ങനെ ഞാനും കുതിരവണ്ടിയുടെ പുറകിലായി സൈക്കിളിൽ ഒത്തിരി ദൂരം ദീർഘമായി യാത്ര ചെയ്തു. കിലോമീറ്ററുകൾ പിന്നിട്ട് അവർ സ്വർഗതുല്യമായ ഒരു ഭൂമിയിൽ ചെന്നെത്തി. വളരെ മനോഹരമായ ഒരു കൃഷിസ്ഥലമായിരുന്നു അത്. കാനഡയിൽ ഇത്രയധികം മനോഹരമായ കൃഷിഭൂമിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രകൃതിയുടെ മനോഹാരിതയിൽ നോക്കിക്കൊണ്ട് ഞാൻ ക്യാമറയെടുത്തു.
വളരെ സിസ്റ്റമാറ്റിക്കായാണ് ഇവർ കൃഷിയിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏതൊരു വാഹനത്തിനും നിഷ്പ്രയാസം ഏതൊരു കൃഷിസ്ഥലത്തും എത്തിച്ചേരാം. വളരെ കൗതുകത്തോടെ കൃഷിസ്ഥലങ്ങൾ ഞാൻ നോക്കിക്കണ്ടു. ഭൂരിഭാഗം എല്ലാ കൃഷിയിടങ്ങളിലും കർഷകർ ജലലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കർഷകരുടെ ഫാമും കൂടുതലും വിശേഷങ്ങളും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാം. വിരിഞ്ഞു കിടക്കുന്ന വിശാലമായ വയലുകൾ, സ്വർണ്ണ നിറത്തിൽ തെളിഞ്ഞ കൃഷിഭൂമി, മണ്ണിനോടുള്ള കർഷകരുടെ അധ്വാനത്തിൻ്റെ അടയാളങ്ങൾ പോലെ. ട്രാക്ടറിൻ്റെ ചക്രപ്പാടുകൾ ചിത്രങ്ങൾ വരച്ച പോലെ തോന്നിപ്പോയി. അത്ര പെർഫെക്റ്റായാണ് അവർ ട്രാക്ടർ വയലിൽ കൂടെ ഓടിച്ചത്. മുകളിലൂടെ നോക്കുമ്പോൾ ഈ വയലുകൾ പ്രകൃതിയുടെ സ്വന്തം ചിത്രം പടം വരച്ച പോലെ തോന്നുന്നു. പച്ചപ്പും സ്വർണ്ണ നിറവും ചേർന്ന ഒരു മനോഹര ഗ്രാമീണ കാഴ്ച. നഗരത്തിൻ്റെ തിരക്കിനപ്പുറം ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും കാഴ്ചകൾ. കുറച്ചു സെൽഫി ഷോട്ടുകൾ എടുക്കുവാനായി ഞാൻ ഫോളോ മോഡിൽ ഡ്രോൺ പറത്തി. അതിൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ മൺപാതയാണിത്. കുതിരവണ്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. മറ്റു വാഹനങ്ങൾക്കും പോകാം. പെട്ടെന്ന് അത് സംഭവിച്ചത്. സൈക്കിളിൻ്റെ ചെയിൻ തെറ്റിയിരിക്കുന്നു. ചെറുതായൊന്ന് പാനിക്കായി, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ഗിയർ ആണ് തെറ്റിയിരിക്കുന്നത്. സാവധാനത്തിൽ അത് ശരിയാക്കി ഒന്നും തന്നെ സംഭവിക്കാത്ത മട്ടിൽ യാത്ര തുടർന്നു. 1 വർഷമായി ഈ ടൂറിംഗ് ബൈക്ക് വാങ്ങിയിട്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ചെയിൻ തെറ്റുന്നത്. അതേ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സൈക്കിൾ എനിക്ക് ലഭിച്ചത്.
പിന്നീടുള്ള നമ്മുടെ യാത്രയിലാണ് വളരെ ആകർഷകമായ രീതിയിൽ കറ്റകെട്ടുന്ന മിഷനറി കാണുവാനിടയായത്. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെയായി. വളരെ കൗതുകത്തോടെ ഞാൻ ഡ്രോൺ പറത്തുവാൻ തുടങ്ങി. കൃഷിയിടങ്ങളിലെ നീറ്റ്നെസ്സും വൃത്തിയും പറയാതെ വയ്യ. വളരെ മനോഹരവും ശാന്തതയും നിറഞ്ഞതാണ് ഈ പ്രദേശം. ഈ പാതയിലൂടെയായിരുന്നു നമ്മൾ സൈക്കിളിൽ വന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ക്യൂബ് രൂപത്തിലാണ് കന്നുകാലികൾക്ക് വേണ്ടിയുള്ള ഈ ഭക്ഷണം അവർ സംഭരിച്ചു വയ്ക്കുന്നത്. ഏറെക്കാലം കേടുപാടുകൾ കൂടാതെ സ്റ്റോർ ചെയ്തു വയ്ക്കുവാൻ ഇവ സഹായകരമാകും. സമ്മർ സീസണിൽ മാത്രമാണ് ഇവിടെ കൃഷി അനുയോജ്യമായുള്ളത്. വിൻ്റർ സമയത്ത് ഇവ മഞ്ഞുപാടമായി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായാണ് ഇവർ പാടശേഖരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷം കറ്റകെട്ടുന്ന യന്ത്രം അവ ക്യൂബുകളായി ശേഖരിക്കുന്നു. അതിനുശേഷം ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഇവർ കറ്റ കണ്ടെയ്നറിൽ അഥവാ ഓപ്പൺ പ്ലാറ്റ്ഫോമുള്ള വണ്ടികളിൽ കയറ്റിക്കൊണ്ടു പോകുന്നത്. കാനഡയിലെ ഫാമിംഗ് കേരളത്തിലെ ചെറു കൃഷിയേക്കാൾ വലുതാണ്. ഓരോ ഫാമിനും നൂറുകണക്കിന് ഏക്കർ ലാൻഡുകൾ സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രാക്ടറുകൾ, കമ്പൈൻഡ് ഹാർവെസ്റ്റുകൾ പോലുള്ള ഭീമൻ യന്ത്രങ്ങൾ ഇവിടെ ഉപയോഗിച്ചു വരുന്നു. ഇന്നത്തെ ജോലികൾ അവസാനിപ്പിച്ച് അദ്ദേഹം വണ്ടിയിൽ നിന്നും അവസാനത്തെ ക്യൂബ് കറ്റയും പുറത്തേക്ക് എടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ 150-ലധികം രാജ്യങ്ങളിലേക്കാണ് കാനഡ ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത്. ഗോതമ്പും ഇറച്ചിയും പ്രത്യേകിച്ച് വലിയ തോതിൽ വിദേശത്തേക്ക് അയക്കുന്നു. കാനഡയിലെ കൃഷിയിടങ്ങളിലെ സൗന്ദര്യത്തോടൊപ്പം സാങ്കേതികവിദ്യയും കഠിനാധ്വാനവും ഒത്തുചേരുമ്പോഴാണ് ഇവ ഇത്ര മനോഹരമാകുന്നത്. കൃഷിയിടത്തിൻ്റെ അതിരുകളിലേക്ക് നമുക്കൊന്ന് ഡ്രോൺ പറത്തി നോക്കാം. വളരെ വിശാലമായ കൃഷിയിടമായതിനാൽ ദീർഘദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ വിശാലമായ കൃഷിയിടം, അതിമനോഹരം തന്നെ. വളരെ കൃത്യമായ ലൈനുകളിലൂടെയാണ് ഇവർ കൊയ്ത്തു മെഷീൻ ഓടിച്ചിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ തുടർന്നുള്ള പ്രക്രിയകൾ വളരെ ഈസിയാക്കുന്നു.
അതിമനോഹരം തന്നെ, പറയാതെ വയ്യ. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വാഹനം എൻ്റെ അടുക്കൽ വന്ന് നിർത്തി. വലിയ 2 പ്ലാറ്റ്ഫോമുകളുള്ള ട്രാക്ടറാണ് എൻ്റെ അടുത്ത് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്നോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കേൾക്കുവാൻ സാധിക്കാത്തതിനാൽ ഞാൻ ഡ്രോണിൻ്റെ റിമോട്ട് കൺട്രോൾ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം വീടും പരിസരവും കൂടെ ഷൂട്ട് ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. വീട്ടുടമസ്ഥൻ്റെ അനുവാദം വേണമെന്ന് ഞാനും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തന്നെയാണ് വീട്, ഞാനാണ് ഹൗസ് ഓണർ, ധൈര്യമായി ഷൂട്ട് ചെയ്തുകൊള്ളൂ. എൻ്റെ മനസ്സിൽ വീണ്ടും ലഡ്ഡു പൊട്ടി. വളരെയധികം സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് നീങ്ങി. അധികമാർക്കും ലഭിക്കാത്ത ഒരു അവസരമാണിത്. ആദ്യമായാണ് കാനഡയിലെ കർഷക കുടുംബവും ഫാം ഹൗസും ഷൂട്ട് ചെയ്യുവാനും കാണുവാനും സാധിക്കുന്നത്. മരങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നു. വെറും മരങ്ങൾ മാത്രമല്ല കേട്ടോ, ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങളാണിവ. ഒണ്ടാരിയോ കാനഡാസ് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ ആപ്പിൾ, പീച്ച്, ചെറി, പ്ലം, പിയർ എന്നിങ്ങനെ നിരവധി ഫ്രൂട്ട്സുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായാണ് ഇവർ ഫാം ക്രമീകരിച്ചിരിക്കുന്നത്. മരങ്ങളുടെ ഡിസ്റ്റൻസും ബെറീസിൻ്റെ ഡിസ്റ്റൻസും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവ കീടങ്ങളെ അകറ്റി നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ആശ്ചര്യഭരിതനായി. വീടിൻ്റെ പുറകുഭാഗത്തായാണ് മനോഹരമായ പശു ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാണുന്ന വിശാലമായ പാടശേഖരങ്ങളിലും വൃത്തിയായി സൂക്ഷിച്ചു വരുന്ന ഫാമുകളിലും ആരോഗ്യമായ പശുക്കളെയാണ് ഇവർ വളർത്തുന്നത്. വളരെ വലിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇവർക്ക് ഇതേപോലൊരു ഫാം ബിൽഡ് ചെയ്യുവാൻ സാധിച്ചത്. വീട്ടുകാർ തന്നെയാണ് ഫാമിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഹൗസ് ഓണർ
കുറച്ചു സമയത്തിനുള്ളിൽ കുറേ അധികം കാര്യങ്ങൾ ഫാമിനെക്കുറിച്ചും ഫാം ഹൗസിനെക്കുറിച്ചും വിശദമായി തന്നെ എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അവ. പ്രഭാതത്തിൽ തന്നെ പശുക്കളെ മിൽക്കിങ്ങിന് കൊണ്ടുപോകുന്നു. ഏറ്റവും പുതിയ മിഷൻ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ പശുക്കളിൽ നിന്നും പാൽ എടുക്കുന്നത്. അപ്പോൾ തന്നെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഒണ്ടാരിയോയിലെ പാൽ, ചീസ്, ബട്ടർ, യോഗട്ട് എന്നിവ വളരെ ഫേമസ് ആണ്. പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ്. കർഷകരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വിളകൾ തന്നെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. പശുക്കളുടെ ആരോഗ്യം, ശുചിത്വം എന്നിവയ്ക്ക് ഇവർ ഏറെ പ്രാധാന്യം നൽകുന്നു. ഒണ്ടാരിയോയിലെ വിശാലമായ പാടശേഖരങ്ങളിൽ ട്രാക്ടർ ഇല്ലാത്ത കൃഷിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ട്രാക്ടർ ഒരു വാഹനം മാത്രമല്ല, കർഷകരുടെ വിശ്വസ്ത സുഹൃത്ത് തന്നെയാണ്. വിത്ത് വിതയ്ക്കുന്നതിനും നിലം ഉഴുന്നതിനും വിളവെടുക്കുന്നതിനും കർഷകൻ്റെ ഓരോ ദിവസവും ട്രാക്ടറിനൊപ്പമാണ്. ഒണ്ടാരിയോയിലെ ഫാമുകളിൽ കാണുന്ന ആധുനിക ട്രാക്ടറുകൾ വളരെ ശക്തിയിലും വലുപ്പത്തിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രാചീന കാലം മുതൽക്കേ കൃഷിയുണ്ടെങ്കിലും വളരെ നൂതനമായ ടെക്നോളജിയും വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിലും ഇങ്ങനെ ഫാമും ഫാം ഹൗസും വളരെ മനോഹരമായി നടത്തിക്കൊണ്ടു പോകുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലമാണിത്.